ഹായ്, ഞാൻ ശ്രീജിത്താണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് അതിരാവിലെ ആയിരുന്നു നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള പൊടിയും അതുപോലെ മഞ്ഞും മഴയൊക്കെ കാരണം ഒരു ജലദോഷം ആയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ലീവ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഏതായാലും തിരുവരങ്ങാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ചു, കാരണം ഈ ചുമ മാറണ്ടേ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, ഇന്ന് രാവിലെ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുട്ടികൾ ഫോണിന് അഡിക്റ്റ് ആയതിനെ കുറിച്ചൊരു വാർത്തയാണ് കണ്ടത്. അപ്പോൾ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഫോണിന് അഡിക്റ്റ് ആണെന്നുള്ള ഒരു കാഴ്ച ഞാൻ അവിടെ കാണാനിടയായി. ഏകദേശം രാവിലെ 9 മണി മുതൽ ഉച്ച 2 മണി വരെ ഞാൻ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നേ. അപ്പോൾ അതിനിടയിൽ കണ്ടൊരു കാഴ്ചയാണ്. ഒത്തിരി പ്രായമുള്ളൊരു ഉമ്മയാണേ. അമ്മ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലെ എല്ലാ പ്രായക്കാരിലും ഈ ഫോണ് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം നമ്മൾ ചുറ്റുപാടുകളെ അറിയുന്നില്ല. കാരണം വെച്ചാൽ അത്രയും ജനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമയത്തെ നമ്മൾ ഈ ഫോണിൽ കളിയാന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാനിതാ ഈ പുറത്തെ കാഴ്ചകളൊക്കെ പകർത്തുന്നുണ്ട്. കാരണം ഇവിടെ വന്ന പല വ്യക്തികളും പല മാനസികാവസ്ഥയിലാണ്. എല്ലാവരും അസുഖങ്ങളുടെ ഭാഗമായിട്ട് വന്നതാണല്ലോ. കണ്ടോ, നല്ല തിരക്കാണ്. എനിക്ക് കിട്ടിയ ടോക്കൺ തന്നെ 348-ാമത്തേതായിരുന്നേ. അപ്പം അത്രയും ജനങ്ങളുണ്ട്. പിന്നെ ഞാൻ അവരെ അടുത്ത് പോയി ഇരിക്കേണ്ടായി. പക്ഷെ അവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ വന്നിരുന്നതും അവരെ കൂടെ ഉണ്ടായിരുന്ന താത്ത എണീറ്റ് പോയതൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ അവരെ അടുത്ത് പോയിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. ഉമ്മരെ വീട് എവിടെയാ? പേരാമ്പ്ര. കോഴിക്കോട് പോണ ഇത്? കോഴിക്കോട് പേരാ. സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവര് ഫോണ് കുറച്ചു നേരമൊക്കെ യൂസ് ചെയ്തെങ്കിലും പിന്നീട് അവര് കുറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞ് ഫോൺ വെച്ചു. എന്റെ അഭിപ്രായം, ചുറ്റുപാടുകളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും നമ്മൾ തന്നെയാണ് ഒറ്റപ്പെട്ട് ജീവിക്കാൻ നമ്മുടെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത്.